ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയായ പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനു വേണ്ടി 1/2 കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത്. ആദ്യമായി ഇതിലെ തോലിലുള്ള നെയ്യ് ഒന്ന് ഉരുക്കിയെടുക്കണം. നിങ്ങൾക്കിത് നെയ്യോടുകൂടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇത് ഉരുക്കി കളയേണ്ട ആവശ്യമില്ല. ഒരു ഫ്രൈങ് പാനിലേക്ക് ഈ തോൽ കഷ്ണങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഗ്യാസ് ഓണാക്കി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നെയ്യ് ഉരുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ പോർക്കിൽ നെയ്യ് ഉരുകുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള ഇറച്ചി മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടി ചേർക്കാം. ഇതിനി കൈകൊണ്ട് നന്നായി കുഴച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ കഷ്ണങ്ങളിലെ നെയ്യെല്ലാം നന്നായി ഉരുകിയിട്ടുണ്ട്. ഇനി ഈ നെയ്യ് മാറ്റി കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച പോർക്കും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വിസിലടിച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റും കൂടി വേവിച്ചതാണിത്. ഇറച്ചിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ഇത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതാക്കി മുറിച്ചത് ചേർക്കണം. സവാള പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇറച്ചി വേവിക്കുമ്പോൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അധികമാകാൻ പാടില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും സവാള സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ മസാലയിലെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പോർക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയെല്ലാം ഇറച്ചിയിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റിയായ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, ചോറ്, പൊറോട്ട ഇവയുടെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.